ഇന്നത്തെ വീഡിയോയിൽ ECG വേവ് ഫോമിനെ കുറിച്ചും അതിലെ ഓരോ വേവും എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നും ഒരു ECG മെഷീൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിനെ കുറിച്ചുമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ നോക്കുന്നത് ECG വേവ് ഫോമിനെ കുറിച്ചിട്ടാണ്. എന്താണ് ECG വേവ് ഫോം, ഇതിലെ ഓരോ വേവും എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. പക്ഷെ അത് പറയുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യണം, എന്നാലേ ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ള ഈ വേവ് ഫോം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാവും ECG വേവ് ഫോം. അപ്പം അതായത് ഇത് ഒരൊറ്റ വേവ് ഫോം, ഒറ്റ സൈക്കിളിൽ വരുന്ന ഓപ്പറേഷൻ്റെ വേവ് ഫോം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഗ്രാഫ് പേപ്പറിൽ വരുന്ന ഒരു ഹാർഡ് കോപ്പി ആയിട്ടാണ് നമുക്ക് ECGൻ്റെ റെക്കോർഡ് കിട്ടാറ്. അപ്പം ഇങ്ങനെ ഇത് ഇതേപോലത്തെ സെഷൻസ് ഇങ്ങനെ നീണ്ടു പോകും. ഒരു ട്രെയിൻ ഓഫ് വേവ് ഫോംസ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഇങ്ങനെ ഒന്ന് മാത്രമല്ല, ഒരു പേപ്പറിൽ കുറേ എണ്ണം ഉണ്ടാവും. ഇതേപോലത്തെ പല ഭാഗത്തുനിന്ന് എടുത്ത മെഷർമെൻറ്റ്സ് കാണും. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ടെങ്കിലും അതിലെ ഒരു സിംഗിൾ വേവ് ഫോം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇതാണ് നമ്മൾ ഒരു ECGൻ്റെ വേവ് ഫോം എന്ന് പറയുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പം നമുക്കറിയാം ഹാർട്ടിൻ്റെ വർക്കിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽസ്, അതായത് നമ്മൾ സർഫസ് ഇലക്ട്രോഡ്സ് വെച്ചിട്ട് ചെസ്റ്റിലും അതേപോലെ കയ്യിലും കാലിലും ചെസ്റ്റിലൊക്കെ ഇലക്ട്രോഡ്സ് വെച്ചിട്ട് സർഫസ് ഓഫ് ദി ബോഡിയിൽ നിന്നും മെഷർ ചെയ്തെടുക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽസ് ആണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ലെവൽസ് ആണ്. അപ്പോൾ ആ പൊട്ടൻഷ്യൽസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്, അതിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ഈ വേവ് ഫോം വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ള നമ്മൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ഇതാണ് ഹാർട്ടിൻ്റെ ഡയഗ്രാം. അപ്പോൾ നമുക്കറിയാം ഹാർട്ടിൽ 4 ചേമ്പേഴ്സ് ആണ് ഉണ്ടാവുക. ഒരു റൈറ്റ് ആട്രിയം ഉണ്ട്, ലെഫ്റ്റ് ആട്രിയം ഉണ്ട്, അതേപോലെ റൈറ്റ് വെൻട്രിക്കിളും ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിളും ഉണ്ട്. അപ്പം ഇതിൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഹാർട്ടിൻ്റെ റൈറ്റ് ആട്രിയത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു സിനോ ആട്രിയൽ നോഡ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, അല്ലെങ്കിൽ SA നോഡ് എന്ന് പറയും. ഇതാണ് ഹാർട്ടിൻ്റെ നാച്ചുറൽ പേസ് മേക്കർ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഹാർട്ടിൽ മൊത്തം ഇങ്ങനെ സ്പ്രെഡ് ആവുകയും ചെയ്തു. ആദ്യം ഈ ലെഫ്റ്റ് ആട്രിയത്തിൻ്റെ മുകളിലും റൈറ്റ് ആട്രിയത്തിൻ്റെ മുകളിലും കൂടെ സ്പ്രെഡ് ആവും. അപ്പോൾ അവിടെ നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽ കിട്ടുമ്പോൾ തന്നെ അവിടെ ഉണ്ടാകുന്ന ആ ഏരിയയിൽ ഉണ്ടാകുന്ന സെൽസൊക്കെ എന്താവും, എക്സൈറ്റഡ് ആവും. സെൽസ് എക്സൈറ്റഡ് ആവുമ്പം അത് ഈ ആട്രിയത്തിൻ്റെ കോൺട്രാക്ഷന് കാരണമാവും. അത് ചുരുങ്ങുമ്പം ഇവിടെ ഫില്ലായിട്ടുള്ള ബ്ലഡ് ഇങ്ങോട്ടും, ഇവിടെ ഫില്ലായിട്ടുള്ള ബ്ലഡ് ഇങ്ങോട്ടും വരും. ഈ വാൾവ് ഓപ്പൺ ആയിട്ട് ബ്ലഡ് ഇങ്ങോട്ട് വരും, ഇവിടെയും വാൾവ് ഓപ്പൺ ആയിട്ട് ബ്ലഡ് ഇങ്ങോട്ട് വരും. അപ്പം ഈ ചുരുങ്ങാൻ കാരണമാകുന്ന, അല്ലെങ്കിൽ അവിടെ കോൺട്രാക്ഷന് കാരണമാകുന്നത് ഇവിടെ നിന്ന് ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഇവിടുത്തെ സെൽസിനെ എക്സൈറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം സെല്ല് എക്സൈറ്റഡ് ആവുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന സെല്ലിൻ്റെ സ്വഭാവത്തിലും വ്യത്യാസം വരും. സെല്ലിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരിക എന്ന് പറയുമ്പോൾ സെല്ലിൻ്റെ അകവും പുറവും തമ്മിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ വ്യത്യാസം വരും. ദാറ്റ് ഈസ് അത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ നിന്നും ആക്ഷൻ പൊട്ടൻഷ്യലിലോട്ട് പോകും. അതായത് ഇവിടെ കോൺട്രാക്ഷൻ സംഭവിച്ച് ബ്ലഡ് ഇങ്ങോട്ട് പമ്പ് ചെയ്യുമ്പം ആ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ നിന്നും ആക്ഷൻ പൊട്ടൻഷ്യലിലോട്ട് അതിൻ്റെ വോൾട്ടേജ് ലെവൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഡീപോളറൈസേഷൻ. അപ്പം അവിടെ എന്ത് സംഭവിക്കും, ഡീപോളറൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡീപോളറൈസേഷൻ്റെ ഫലമായിട്ടാണ് ഇത് കോൺട്രാക്ട് ചെയ്യുന്നതും ബ്ലഡ് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നതും പമ്പ് ചെയ്യുന്നതും. ഇനി അവിടെ നിന്ന് ഉണ്ടാകുന്ന ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ്, SA നോഡിൽ നിന്നും ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസ് ട്രാവൽ ചെയ്തിട്ട് എവിടെ പോകും, AV നോഡിൽ വരെ സഞ്ചരിക്കും. ഈ AV നോഡിൽ സഞ്ചരിച്ച് അവിടുന്ന് അത് ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കണ്ടക്ഷൻ പാത്ത് വഴി ഇങ്ങോട്ട് താഴോട്ട് വരും. എന്നിട്ട് 2 വെൻട്രിക്കിൾസിൻ്റെ മുകളിലും എന്ത് ചെയ്യും, സ്പ്രെഡ് ആവും. അപ്പോൾ വെൻട്രിക്കിൾസിൻ്റെ മുകളിൽ സ്പ്രെഡ് ആകുമ്പം ഇത് ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഇങ്ങോട്ട് സ്പ്രെഡ് ആകുമ്പോൾ അവിടെയുള്ള സെൽസ് ഒക്കെ എക്സൈറ്റഡ് ആവും. അത് അവിടുത്തെ കോൺട്രാക്ഷൻ എന്ത് ചെയ്യും, കാരണമാവും. കോൺട്രാക്ഷന് കാരണമാകുമ്പം അത് പമ്പ് ചെയ്യും. അത് ഈ കോൺട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചുരുങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബ്ലഡ് എന്ത് ചെയ്യും, പുറത്തേക്ക് പമ്പ് ചെയ്യും. അപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് ആക്ഷൻ നടക്കും. അപ്പോൾ ഇവിടെയും സെൽസ് എക്സൈറ്റഡ് ആവുന്നത് കാരണം ഇവിടെയും റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ നിന്നും ആക്ഷൻ പൊട്ടൻഷ്യലിലോട്ട് പോയിട്ടുണ്ടാവും. അവിടുത്തെ വാല്യൂ, ആ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അവിടെയും എന്ത് സംഭവിക്കുന്നു, ഡീപോളറൈസേഷൻ സംഭവിക്കുന്നത്. അത് പോളറൈസ്ഡ് അവസ്ഥയിൽ നിന്നും ഡീപോളറൈസ്ഡ് അവസ്ഥയിലോട്ട് മാറുന്നു. അപ്പോൾ അതായത് ഇവിടെ ആട്രിയത്തിന് ഡീപോളറൈസേഷൻ സംഭവിക്കും. അത് കഴിഞ്ഞിട്ട് സിഗ്നൽ താഴോട്ട് വരുമ്പം ഇതിന് ഡീപോളറൈസേഷൻ സംഭവിക്കും. അപ്പോഴേക്ക് ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് പോയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് റീപോളറൈസേഷൻ സംഭവിച്ചിട്ടുണ്ടാവും.
ഇനി ഇതിൻ്റെ ഡീപോളറൈസേഷൻ്റെ ഫലമായിട്ട് തന്നെ അതെന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് പമ്പിങ് നടക്കും, പിന്നെ അത് പതുക്കെ ഇങ്ങനെ വീർത്ത് വരും, അതായത് എക്സ്പാൻഡ് ചെയ്ത് വരും. അടുത്ത ബ്ലഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്ത് വരും, അതായത് അത് പൂർവ്വസ്ഥിതിയിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യലും എന്ത് ചെയ്യും, ആക്ഷനിൽ നിന്നും റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിലോട്ട് മാറിയിട്ടുണ്ടാകും. ദാറ്റ് മീൻസ് അതിന് എന്ത് സംഭവിക്കും, റീപോളറൈസേഷൻ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഹാർട്ടിൻ്റെ വർക്കിംഗ് വരും. ഇവിടുന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും, ഇവിടെ എക്സൈറ്റ് ചെയ്യും, അപ്പം ഡീപോളറൈസേഷൻ സംഭവിക്കും. പിന്നെ ആ ഈ ഇമ്പൾസ് താഴേക്ക് പോകും, താഴേക്ക് പോകുമ്പം ഈ വെൻട്രിക്കിൾസിനെ ഡീപോളറൈസ് ചെയ്യും. അപ്പോഴേക്ക് ഇത് റീപോളറൈസേഷൻ സംഭവിച്ചിട്ടുണ്ടാകും. പിന്നെ ഇത് കഴിയുമ്പോൾ ഇത് നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചു വരുമ്പം അതെന്ത് ചെയ്യും, റീപോളറൈസേഷൻ നടക്കും. അപ്പം ആക്ഷൻ പൊട്ടൻഷ്യലിൽ നിന്ന് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിലോട്ട് പോകും. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ റെസ്റ്റിങ്ങിൽ നിന്നും ആക്ഷനിലേക്ക് പോവുക, ആക്ഷനിൽ നിന്ന് റെസ്റ്റിങ്ങിലേക്ക് പോവുക, കുറച്ച് കഴിഞ്ഞാൽ വെൻട്രിക്കിൾസിന് അതേപോലെ റെസ്റ്റിങ്ങിൽ നിന്ന് ആക്ഷനിലേക്ക് പോവുക, ആക്ഷനിൽ നിന്ന് റെസ്റ്റിങ്ങിലേക്ക് പോവുക. ഇങ്ങനെ മാറി മാറി വരുന്ന സമയത്ത് അവിടുന്ന് നമ്മൾ ECG മെഷീൻ വെച്ചിട്ട് ഈ വോൾട്ടേജ് ലെവൽസ് മെഷർ ചെയ്തെടുക്കുമ്പോൾ ആ കിട്ടുന്ന വോൾട്ടേജിലും എന്തുണ്ടായിരിക്കും, വേരിയേഷൻസ് ഉണ്ടാവും. അപ്പം സിഗ്നൽ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമിനനുസരിച്ചിട്ട് അതിൻ്റെ ഫ്രീക്വൻസിയിലും അതേപോലെ ആ ഉണ്ടാകുന്ന വോൾട്ടേജിൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചിട്ട് കിട്ടുന്ന സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിലും എന്തുണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു നോർമൽ പേഴ്സൻ്റെ ECG വേവ് ഫോമും ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആളുടെ ECG വേവ് ഫോമും തമ്മിൽ ഐദർ ഈ ആംപ്ലിറ്റ്യൂഡ്സിൽ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തുണ്ടാവും, ഈ ഒരു ടൈം ഇൻ്റർവെല്ലിൽ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. അത് നോക്കിയിട്ടാണ് പ്രൈമറി അനാലിസിസ് നടത്തുന്നത്. ഇത്ര സെക്കൻഡ് കൊണ്ട് ഇത്ര ഈ വോൾട്ടേജ് ഇത്ര കൂടുന്നുണ്ടോ, ഇത്ര കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ വോൾട്ടേജ് എത്ര കൂടുന്നുണ്ട് കുറയുന്നുണ്ടോ ഒക്കെ മില്ലി വോൾട്ട് റേഞ്ചിലാണ് ഉണ്ടാകുന്നത്. അങ്ങനെ അനലൈസ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രൈമറി അനാലിസിസ് അല്ലെങ്കിൽ ഡയഗ്നോസിസ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഓരോ പ്രോസസ്സിനും ഫലമായിട്ട് ഉണ്ടാകുന്ന വോൾട്ടേജ് വേരിയേഷൻസിൻ്റെ റെക്കോർഡിക്കൽ ഫോമിനെയാണ് നമ്മൾ ECG വേവ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ECG വേവ് ഫോമിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു P വേവ് ഉണ്ട്, ഒരു R വേവ് ഉണ്ട്, ഒരു T വേവ് ഉണ്ട്. ഇത്രയാണ് ECG വേവ് ഫോമിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. R വേവിന് എന്തും കൂടി പറയാം, QRS കോംപ്ലക്സ് എന്നും കൂടി പറയാറുണ്ട്. പിന്നെ ഓരോ വേവും എന്തിനാ റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കാം. ഈ P വേവ് റെപ്രസെൻ്റ് ചെയ്യുന്ന ആട്രിയൽ ഡീപോളറൈസേഷൻ, അതായത് ആട്രിയത്തിൻ്റെ ഡീപോളറൈസേഷനാണ് എന്ത് ചെയ്യുന്നത്, P വേവ് റെപ്രസെൻ്റ്. അതായത് അവിടുത്തെ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പം അവിടെ ഡീപോളറൈസേഷൻ സംഭവിക്കും. അന്നേരം ഉണ്ടാകുന്ന ആ ഡീപോളറൈസേഷനെയാണ് എന്ത് പറയുന്നത്, ഈ P വേവ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം അത് എന്ത് സംഭവിക്കും, അതിന് റീപോളറൈസേഷൻ സംഭവിക്കും. ഇനി following depolarization, repolarization of atria occurs. ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഇങ്ങോട്ട് എത്താൻ എന്തെടുക്കും, കുറച്ച് സമയം എടുക്കും. ആ സമയം അത് മില്ലി സെക്കൻഡ്സ് റേഞ്ചിലൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ ഒരു ടൈം ഇൻ്റർവെൽ അവിടെ ഉണ്ടാവും. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഈ ബണ്ടിൽ ഓഫ് ഹിസ് വഴി ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഇതിനെ എക്സൈറ്റ് ചെയ്യിക്കുക. അപ്പം SA നോഡിൽ നിന്നും ഇലക്ട്രിക്കൽ ഇമ്പൾസ് ട്രാവൽ ചെയ്തിട്ട് AV നോഡിലേക്ക് എത്താൻ എടുക്കുന്ന സമയം ഉണ്ടാവും. ആ സമയത്തിനാണ് എന്ത് പറയുന്നത്, ആട്രിയോ വെൻട്രിക്കുലാർ കണ്ടക്ഷൻ ടൈം എന്ന് പറയുന്നത്. അതായത് ടൈം ടേക്കൺ ബൈ ഇലക്ട്രിക്കൽ stimulation to travel from SA node to AV node is known as atrioventricular conduction time. അതാണ് ഈ PR ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഈ R വേവിൻ്റെയും P വേവിൻ്റെയും ഇടയിൽ ഇരിക്കുന്ന ഈ ടൈം ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ടൈം എന്ന് പറയുന്നത് എന്താണ്, PR ഇൻ്റർവെല്ലാണ്. ദാറ്റ് ഈസ് ദ ആട്രിയോ വെൻട്രിക്കുലാർ കണ്ടക്ഷൻ ടൈം. SA നോഡിൽ നിന്നും ഇലക്ട്രിക്കൽ ഇമ്പൾസ് ട്രാവൽ ചെയ്തിട്ട് AV നോഡിൽ എത്താൻ എടുക്കുന്ന സമയത്തിനാണ് PR ഇൻ്റർവെൽ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആട്രിയോ വെൻട്രിക്കുലാർ കണ്ടക്ഷൻ ടൈം. ഇതൊരു നോർമൽ പേഴ്സൻ്റെ ഇതിൽ വ്യത്യാസം ഉണ്ടാകും, ഒരു ഡിസീസ്ഡ് പേഴ്സൻ്റെ ഈ PR ഇൻ്റർവെല്ലിലും എന്തുണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ കണ്ടക്ഷനൊക്കെ സമയത്ത് നടക്കുന്നില്ലെങ്കിൽ ഇവിടുന്ന് ട്രാവൽ ചെയ്തിട്ട് സിഗ്നൽ ഇങ്ങോട്ട് എത്താൻ കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ ഈ PR ഇൻ്റർവെല്ലിൻ്റെ ഈ ഒരു വിഡ്ത്ത് എന്തുണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ തന്നെ മനസ്സിലാവും അയാളുടെ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ എന്തല്ല, പ്രോപ്പർ അല്ല എന്ന് മനസ്സിലാവും. SA നോഡിൽ നിന്ന് ട്രാവൽ ചെയ്ത് വരുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസ് AV നോഡിൽ എത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. AV നോഡിൽ എത്തുമ്പം അവിടെ എന്ത് ചെയ്യും, ഡീപോളറൈസേഷൻ വരും. അവിടെ നടക്കുന്ന ആ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഈ ബണ്ടിൽ ഓഫ് ഹിസ് വഴി ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും. ഇതിലുള്ള പർക്കിൻജെ ഫൈബേഴ്സ് അതിനെ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യിക്കും. അതിൻ്റെ ഫലമായിട്ട് എന്ത് നടക്കും, ഈ രണ്ട് വെൻട്രിക്കിൾസിനും ഡീപോളറൈസേഷൻ സംഭവിക്കും. ദാറ്റ് ഈസ് കോൾഡ് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ. ആ വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അവിടെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ നിന്നും ആക്ഷൻ പൊട്ടൻഷ്യലിലോട്ട് പോകും. അപ്പോൾ അവിടെ ആ പൊട്ടൻഷ്യൽസ് പിക്ക് ചെയ്യുമ്പം
നമുക്ക് കിട്ടുന്ന വേവ് ഫോം ആണ് ഇത് ഈ QRS കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതിനെ R വേവ് എന്നും കൂടി പറയാറുണ്ട്. അപ്പം ഇത് റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനാണ്? വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഡീപോളറൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ഡീപോളറൈസേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ആ കോൺട്രാക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ വെൻട്രിക്കിൾസ് എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്ത് വരണം. എക്സ്പാൻഡ് ചെയ്ത് വരുന്ന സമയത്താണ് എന്ത് സംഭവിക്കുക? നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. ദാറ്റ് മീൻസ് അവിടെ എന്ത് സംഭവിക്കും? റീപോളറൈസേഷൻ സംഭവിക്കും. അപ്പോൾ ആ റീപോളറൈസേഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന വോൾട്ടേജിനെയാണ് ഈ ഒരു വേവ് ഫോമിനെയാണ് നമ്മൾ ടി വേവ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കാണിച്ചിട്ടുള്ള ടി വേവ് റെപ്രസെന്റ് ചെയ്യുന്നത് വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് കഴിഞ്ഞ ഒരു വേവും കൂടിയുണ്ട് യു വേവ് എന്ന് പറയുന്നത്. അതൊരു ആഫ്റ്റർ പൊട്ടൻഷ്യൽസ് വെൻട്രിക്കുലാർ മസിൽസിന് ആ എക്സൈറ്റേഷൻ കംപ്ലീറ്റ് അങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല. നോർമൽ സ്ഥിതിയിലേക്ക് വരുന്നതിന് മുമ്പ് ചെറുതായിട്ടൊരു ആഫ്റ്റർ പൊട്ടൻഷ്യൽസ് ഉണ്ടാവും. ഒരു വോൾട്ടേജിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഇതിനെയാണ് ആഫ്റ്റർ പൊട്ടൻഷ്യൽസ് എന്ന് പറയുന്നത്. പിന്നെ നോർമൽ രീതിയിലേക്ക് വരും. ഹാർട്ടിന്റെ അടുത്ത സൈക്കിളിൽ ഇതിങ്ങനെ ഹാർട്ട് ഓപ്പറേഷൻ നിൽക്കുകയില്ലല്ലോ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഹാർട്ടിന്റെ അടുത്ത സൈക്കിളിൽ ഇതേപോലൊരു വേവ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ആ പ്രോസസ്സ് ഇങ്ങനെ ഒരു താളത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോവുക ചെയ്യുന്നത്. അപ്പോൾ ഈ വേവ് ഫോം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്യുന്ന ആൾക്ക്, ഡോക്ടറിന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ECG വേവ് ഫോം കണ്ടാൽ അറിയാൻ പറ്റുന്ന സൈഡിൽ ഒരു ഗ്രാഫ് പേപ്പറാണ്, സൈഡിൽ കുറേ മാർക്കിങ്സ് ഒക്കെ ഉണ്ടാവും. ഈ ടൈം മാർക്ക് ചെയ്തിട്ടുണ്ടാവും, വോൾട്ടേജ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു നോർമൽ പേഴ്സൻ്റെയും ഡിസീസ്ഡ് പേഴ്സൻ്റെയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ മനസ്സിലാവും ഹാർട്ടിൻ്റെ വർക്കിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന്. അപ്പോൾ ഒരു പ്രൈമറി അനാലിസിസ് ആണ് നമ്മൾ എപ്പോഴും ECG യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിലാണ് ഫർദർ ടെസ്റ്റ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓരോ ഭാഗങ്ങൾ കറക്റ്റായിട്ട് എക്സൈറ്റഡ് ആവുന്നുണ്ടോ, അവിടെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും സമയത്തിന് സംഭവിക്കുന്നുണ്ടോ, ഇമ്പൾസ് ട്രാവൽ ചെയ്യുന്നത് കറക്റ്റ് സമയം കൊണ്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ് ECG വേവ് ഫോം. P wave represents atrial depolarization and R wave represents a ventricular depolarization. T wave എന്തിനെ represent ചെയ്യുന്നത്? ventricular repolarization ആണ് represent ചെയ്യുന്നത്. U wave after potentials ആണ് represent ചെയ്യുന്നത്. പിന്നെ അതിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് PR interval എന്ന് പറയുന്നത്, atrio ventricular conduction time. അതായത് ഇവിടുന്ന് സിഗ്നൽ SA നോഡിൽ നിന്നും ട്രാവൽ ചെയ്ത് AV നോഡിൽ എത്താൻ എടുക്കുന്ന സമയം, അതാണ് ഈ PR interval കൊണ്ട് represent ചെയ്യുന്നത്. ECGന്റെ ബ്ലോക്ക് ഡയഗ്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് ഒരു ECG മെഷീന്റെ സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. വലിയ ബ്ലോക്ക് ഡയഗ്രംസ് വേറെ ഉണ്ടാവും, ചാർട്ട് അറേഞ്ച്മെന്റ് മറ്റു ഇതൊക്കെ കാണിച്ചിട്ടുള്ള അറേഞ്ച്മെന്റ് ഉള്ള ബ്ലോക്ക് ഡയഗ്രം ഉണ്ട്. പക്ഷെ ഇത് സിംപ്ലിഫൈഡ് ബ്ലോക്ക് ഡയഗ്രം ആണ്. അപ്പം ഇവിടെ എന്താണ്? ECG is an instrument which records the electrical activity of heart. നമുക്കറിയാവുന്നതാണ്, ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിനെ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിനെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ബ്ലോക്ക് തന്നെ കൊടുത്തിട്ടുള്ളത്, ആദ്യം തന്നെ ഇലക്ട്രോഡ്സ് ഉണ്ട്. ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും പൊട്ടൻഷ്യൽസിനെ പിക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന, ട്രാൻസ്ഡ്യൂസിങ് ആക്ഷൻ ചെയ്യുന്ന ഡിവൈസസ് ആണ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. അതായത് അയണിക് പൊട്ടൻഷ്യൽസിനെ ഇലക്ട്രോണിക് പൊട്ടൻഷ്യൽസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന. ECGക്ക് സാധാരണഗതിയിൽ സർഫസ് ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഡിസ്പോസിബിൾ ആയിട്ടുള്ളതും സക്ഷൻ കപ്പ് പോലുള്ളതൊക്കെ യൂസ് ചെയ്യാറുണ്ട് സർഫസ് ഓഫ് ദി ബോഡിയിൽ നിന്ന്. അതിൽ ഹാർട്ട് ചെസ്റ്റിന്റെ മുകളിൽ വെക്കുന്ന ഇലക്ട്രോഡ്സ് ഉണ്ട്, കയ്യിലും കാലിലും ഒക്കെ ആയിട്ട് ഇലക്ട്രോഡ്സ് ഫിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊരു ലീഡ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഏതൊക്കെ ഇലക്ട്രോഡ് ഏതൊക്കെ പാറ്റേൺ, അതിന് ലീഡ് സിസ്റ്റം ഇൻ ECG എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഏതൊക്കെ ഇലക്ട്രോഡ്സ് അതിൻ്റെ ഇടയിലുള്ള മെഷർമെന്റ്സ് ആണ്. അപ്പോൾ ഒരേ പൊസിഷനിൽ വെച്ചിട്ടുള്ള റീഡിങ് മാത്രമായിരിക്കില്ല എടുക്കുക, ആ ലീഡ് സിസ്റ്റം അനുസരിച്ചിട്ട് മാറ്റി 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 റീഡിങ് എടുക്കും. ഇപ്പോൾ ചെസ്റ്റും റൈറ്റ് ആമും ചെസ്റ്റിന്റെ ഇലക്ട്രോഡ്സും ലെഫ്റ്റ് ആമിന്റെയും അതേപോലെ ലെഗ് അങ്ങനെ മാറ്റി മാറ്റുന്ന പറഞ്ഞാൽ ഓരോ ആംഗിളിൽ നിന്നും ഹാർട്ടിന്റെ പല ഭാഗത്തു നിന്നും എന്നുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽസ് പിക്ക് ചെയ്തിട്ട്, അതായത് പിക്ക് ചെയ്യുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽസ് സെയിം തന്നെ ആയിരിക്കും, പക്ഷെ ഓരോ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന റീഡിങ് എടുത്തിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഒരു ഫൈനൽ ഡിസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡയഗ്നോസിസ് നടത്തുന്നത്. അപ്പം ഇലക്ട്രോഡ്സ് പൊട്ടൻഷ്യൽസ് പിക്ഡ് അപ്പ് ബൈ ദ പേഷ്യൻ്റ് ഇലക്ട്രോഡ്സ് ആർ ടേക്കൺ ടു ദ ലീഡ് സെലക്ടർ സ്വിച്ച്. അപ്പം അതിൽ ഏത് ലീഡ് സിസ്റ്റം ആണ് സെലക്ട് ചെയ്തതെന്നനുസരിച്ചിട്ട് ആണ് എന്ത് ചെയ്യുക, ബാക്കി പ്രോസസ്സിങ് നടത്തുക. അപ്പോൾ അതിൽ കുറേ സെറ്റപ്പ് ഉണ്ടായിരിക്കും, ഇങ്ങനെ ലീഡ് സിസ്റ്റംസ് കുറേ ഉണ്ടാവും. ഏത് രണ്ട് ഇലക്ട്രോഡ്സ് തമ്മിലുള്ള വോൾട്ടേജസ് ആണ് പിക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലീഡ് സെലക്ടർ. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽസ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ലീഡ് സെലക്ടറിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ലീഡ് സെലക്ടറിൽ സെലക്ട് ചെയ്തിട്ടുണ്ടാവും
എന്താണ് ഏത് ലീഡിൽ നിന്നുള്ള റീഡിങ്സ് ആണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത്. ഇനി അതിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ എങ്ങോട്ട് പോകും? ഒരു പ്രീ ആംപ്ലിഫയറിലോട്ട് പോവും. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇലക്ട്രോഡ്സ് ആർ സെലക്ടഡ് അക്കോർഡിംഗ് ടു ദ ലീഡ് പ്രോഗ്രാം. ഈ ലീഡ് പ്രോഗ്രാമിനനുസരിച്ചിട്ടാണ് ഏതൊക്കെ ഇലക്ട്രോഡ്സിന്റെ റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്. ഇനി ആ സിഗ്നൽ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഒരു പ്രീ ആംപ്ലിഫയറിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 2 സിഗ്നൽ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്തായിരിക്കും? ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഇപ്പോൾ പ്രീ ആംപ്ലിഫയറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തിന് പ്രിപ്പയർ ആക്കുക എന്നുള്ളതാണ്. ഈ പവർ ആംപ്ലിഫയർ ആണ് അത് ശരിക്കും ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ ആ പവർ ആംപ്ലിഫയറിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇലക്ട്രോണിക് സിഗ്നലിനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഫംഗ്ഷനാണ് എന്തിനുള്ളത്? പ്രീ ആംപ്ലിഫയർ. സാധാരണ ഒരു പ്രീ ആംപ്ലിഫിക്കേഷൻ പർപ്പസ് അതൊരു 3 or 4 സ്റ്റേജ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിരിക്കും. അപ്പോൾ പ്രീ ആംപ്ലിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അതിനെ എങ്ങോട്ട് കൊടുക്കും? പവർ ആംപ്ലിഫയറിലോട്ട് കൊടുക്കും. ഇനി ഔട്ട്പുട്ട് ഓഫ് power amplifier is fed to the pen motor which deflects the writing arm. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ EIM-ൽ പഠിച്ചതുപോലെ റെക്കോർഡേഴ്സ് ആണ്. ECG ഒരു റെക്കോർഡർ ആണ്. അപ്പോൾ അവിടെ ഒരു പെൻ റൈറ്റിംഗ് മെക്കാനിസം ഉണ്ടാവും. ആ പെൻ റൈറ്റിങ്ങിന് അഗെയിൻസ്റ്റ് മൂവ് ചെയ്യുന്ന ഒരു ചാർട്ട് പേപ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ പെന്ന് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന് അഗെയിൻസ്റ്റ് മൂവ് ചെയ്യുന്ന പേപ്പറിൽ മാർക്കിങ് വീഴുക ചെയ്യുന്നത്. അപ്പോൾ ആ പെന്നിൻ്റെ മൂവ്മെൻറ്റ് എന്തിനനുസരിച്ചിട്ടായിരിക്കും? ഇവിടെ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് ലെവലിനനുസരിച്ചിട്ടായിരിക്കും. അതായത് അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട്, അതായത് ഈ പെൻ മോട്ടോർ സിസ്റ്റത്തിനെ ഡ്രൈവ് ചെയ്യിക്കാൻ മാത്രം കപ്പാസിറ്റി നമ്മൾ എടുക്കുന്ന സിഗ്നലിന് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിനെ ആംപ്ലിഫയർ ഒക്കെ വെച്ച് ആംപ്ലിഫൈ ചെയ്തിട്ട്, അപ്പം ഇതിൻ്റെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ വേരിയേഷൻ അനുസരിച്ചിട്ട് ഈ പെൻ മോട്ടോർ സിസ്റ്റത്തിന് എന്തുണ്ടായിരിക്കും? വേരിയേഷൻ ഉണ്ടാവും. അപ്പം അതെന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന രീതിയിൽ ഒരു ചാർട്ട് പേപ്പർ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പം അതിനെ കൺട്രോൾ ചെയ്യാനാണ് ഒരു ചാർട്ട് ട്രാൻസ്പോർട്ട് മോട്ടർ ഇവിടെ. അപ്പം റെക്കോർഡേഴ്സ് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും ഇമാജിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ചാർട്ട് പേപ്പർ മൂവിങ് മെക്കാനിസം ഒക്കെ ഉണ്ടാവും അതിനകത്ത്. അപ്പം ഈ പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടാണ് ബ്രിഡ്ജ് സർക്യൂട്ട് വഴി പെൻ മോട്ടറിലോട്ട് കൊടുക്കുക. ഇനി ഇവിടെ ഒരു ഫ്രീക്വൻസി സെലക്റ്റീവ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്നിന് എന്താണ് നെസസറി ഡാമ്പിങ് കൊടുക്കുക എന്നുള്ളതാണ്. ഡിഫ്ലക്ഷൻ നെസസറി ഡാമ്പ് അവിടെ ഒരു RC നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫ്രീക്വൻസി സെലക്റ്റീവ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഫംഗ്ഷൻ അതാണ്. പെന്നിന് എന്ത് ചെയ്യുക? നെസസറി ഡാമ്പിങ് ഓസിലേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയുള്ള ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു ഓക്സിലറി സർക്യൂട്ടാണ്. ഈ ഓക്സിലറി സർക്യൂട്ടിന് 2 ഫംഗ്ഷനാണുള്ളത്. ഓക്സിലറി സർക്യൂട്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിബ്രേഷൻ സിഗ്നൽ കൊടുക്കാൻ 1 millivolt, അതായത് ഇപ്പം ഒരു ഗ്രാഫ് പേപ്പറിലാണ് നമ്മളുടെ ECG വേവ് ഫോം ഗ്രാഫ് പേപ്പർ പോലുള്ള ഇതിലാണ് വരുന്നത്. അപ്പോൾ ഒരു 1 millivoltന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൽ എത്ര കള്ളി ഗ്രാഫ് പേപ്പറിൻ്റെ എത്ര ഡിവിഷൻ വേണമെന്നില്ല. അപ്പോൾ അതൊരു കൃത്യമായ കണക്ക്. അപ്പോൾ ആ കാലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്സിലറി സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. അതായത് സാധാരണ ഇതിലൊരു 1 millivoltന് അതിൽ 1 ബ്ലോക്കാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഗ്രാഫ് പേപ്പറിൽ 1 ബ്ലോക്ക്. അപ്പം ആ ഒരു കാലിബ്രേഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഓക്സിലറി സർക്യൂട്ട് യൂസ് ചെയ്യും. അതിൻ്റെ ഒരു ഫംഗ്ഷൻ അതാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലീഡ് പ്രോഗ്രാം അനുസരിച്ചിട്ട് ആ ലീഡ്സിന് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ആംപ്ലിഫയറിന് എന്ത് ചെയ്യാണ്? ഓട്ടോമാറ്റിക് ബ്ലോക്കിംഗ് ഓഫ് ദി ആംപ്ലിഫയർ ചെയ്ത്, അതായത് ഇവിടുത്തെ ലീഡ് സെലക്ടറിൽ ഇതിനനുസരിച്ചിട്ട് ഇത് മാറ്റുമ്പം ലീഡിൻ്റെ സെലക്ഷൻ മാറ്റുന്ന സമയത്ത് ആംപ്ലിഫയറിൻ്റെ ഓട്ടോമാറ്റിക് ബ്ലോക്കിംഗ് പോസിബിൾ ആക്കാനും എന്താ യൂസ് ചെയ്യുന്നത്? ഓക്സിലറി സർക്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് എന്താണ്? ഓൾസോ ഇൻക്ലൂഡ്സ് സ്പീഡ് കൺട്രോൾ സർക്യൂട്ട് ഫോർ ദി ചാർട്ട് ഡ്രൈവർ മോട്ടർ. അപ്പോൾ ആ ചാർട്ട് നീങ്ങുന്ന ചാർട്ട് പേപ്പറിന് അപ്പോൾ അതൊരു കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പെന്ന് വെച്ചിട്ടുണ്ടാവുക. പെന്ന് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ മൂവ് ചെയ്യുന്ന ചാർട്ട് പേപ്പറിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുക ചെയ്യുക. അപ്പോൾ അതിൻ്റെ ചാർട്ട് പേപ്പറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും? ഒരു സ്പീഡ് കൺട്രോൾ സർക്യൂട്ടും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ECG ബ്ലോക്ക് ഡയഗ്രാം. ഈ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കാനും എഴുതാനും എളുപ്പമാണ്. ECG ബ്ലോക്ക് ഡയഗ്രാം ആസച്ച് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം എന്ത് ചെയ്യുക? ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക, ഓരോ ബ്ലോക്സും എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.